രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കറി എന്ന് വേണമെങ്കിൽ പറയാട്ടോ, ഒരു അധികം ഗ്രേവി ഒന്നുമില്ലാതെ ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാം അങ്ങനെയുള്ളൊരു കറിയാണ് ഇത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റേറിയൻസിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം വെച്ചാണ് ഉണ്ടാക്കുന്നത്. എന്താണെന്നറിയോ? സോയ ചങ്ക്സ് ഉണ്ടല്ലോ. അപ്പോൾ സോയ ചങ്ക്സ് ഒരു കീമ നമുക്ക് ഗ്രോസറി സ്റ്റോറിലൊക്കെ കിട്ടും. സോയ ചങ്ക്സ് കീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സോയ ചങ്ക്സ് ഉണ്ടെങ്കിൽ അത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതെന്താണെന്ന് പറയാതെ ആർക്കെങ്കിലും കൊടുത്തു കഴിയുന്നുണ്ടെങ്കിൽ ആർക്കും പറയാൻ പറ്റില്ല ഇതാണ് സംഭവം. അപ്പോൾ നല്ലൊരു മസാലയാണ്. എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാന്ന് പറയാം. ആരും പ്രതീക്ഷിക്കാത്തൊരു ടേസ്റ്റ് എന്ന് പറയാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളിതിൽ കുറച്ച് മട്ടർ ഉണ്ടല്ലോ, ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് സമയം കളയാണ്ട് വേഗം പോയിട്ട് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നത് കണ്ടുവരാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സോയ ചങ്ക്സ് പൊടിച്ചത്, അതായത് നമ്മൾ കീമ എന്ന് പറയുമല്ലോ, കീമ എന്ന് പറയുന്ന അതാണ്. ഇതുപോലെ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പൾസ് ചെയ്തിട്ട് മിക്സിയിൽ പൾസ് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത് തിളച്ച വെള്ളത്തിൽ കുറച്ച് പൊതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ്. നമ്മൾ സാധാരണ സോയ ചങ്ക്സ് ചെയ്യുന്ന അതേപോലെ തന്നെ കേട്ടോ. അപ്പം അങ്ങനെ വെച്ചു. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാവുക. ഇതിപ്പോൾ ഞാൻ ഒഴിച്ച വെള്ളം മുഴുവനും അതിലിങ്ങനെ കുതിർന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് ചെയ്തു. പിന്നെ 2 മീഡിയം സൈസ് സവാള, എത്ര ചെറുതായിട്ട് അരിയാൻ പറ്റുന്നോ അത്രയും ചെറുതായി അരിയുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ ഗ്രീൻ പീസ് വേണം. ഗ്രീൻ പീസ് ഒരു 1/4 കപ്പോളം. ഇത് നമ്മൾ ഫ്രോസൺ ഗ്രീൻ പീസാണ്, അപ്പോൾ അധികം വേവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ തക്കാളി അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. 20 മുതൽ 25 വരെ അല്ലി വെളുത്തുള്ളി ചതച്ചത്. വെളുത്തുള്ളി എത്ര കൂടുന്നു അത്രയും ടേസ്റ്റ് കൂടും. ചതച്ച് വെച്ചതാണ്. പിന്നെ ഒരു 1/4 ഇഞ്ച് വലിപ്പം വരുന്ന ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു. പിന്നെ ഒരു വലിയ പച്ചമുളക്, 1 അല്ലെങ്കിൽ 2 എടുക്കാം കേട്ടോ. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. പിന്നെ മല്ലിയില വേണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, കുറച്ച് കളറിന് വേണ്ടിയിട്ട് അതാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പച്ച മല്ലി ഉണ്ടല്ലോ, വറുക്കാതെ പൊടിച്ചെടുത്തതാണ് ഇത്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അത്യാവശ്യം കുറച്ച് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഓയിലും ഉപയോഗിക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ജീരകം പൊട്ടിക്കാം. ജീരകം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള, വെളുത്തുള്ളി, തക്കാളി, ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ എല്ലാം ഒരുമിച്ചിട്ടിട്ട് ആദ്യം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഉള്ളിയും അതുപോലെ തക്കാളിയൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ പോയി ഡ്രൈ ആയി വരുന്നത് വരെ നമ്മൾ ആദ്യം വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് പിന്നെ ഈ പൊടികളൊക്കെ ചേർക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യത്തിനൊന്ന് വാടി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ ആകുമ്പോൾ നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും ഇട്ട് ഇനി നമുക്ക് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം. ഒന്നും കൂടെ ഉള്ളിയൊക്കെ വഴന്ന് വരണം കേട്ടോ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചൂടായതുകൊണ്ട് ഈ പൊടികൾ കരിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പം കൂടുതൽ ഓയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ കുറച്ചൊരു വെള്ളം ആക്കിയിട്ട് കുറച്ച് കേട്ടോ വെള്ളം ആക്കി കൊടുത്ത് ഇങ്ങനെ വഴറ്റി കൊടുക്കുക കേട്ടോ. എന്തായാലും നല്ലപോലെ തന്നെ വഴന്ന് വരണം. അപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. മുഴുവനായിട്ട് വെന്തിട്ടില്ലെങ്കിലും ഏതാണ്ടൊന്ന് വേവായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിടുമല്ലോ കീമ സോയ ചങ്ക്സിൻ്റെ, അപ്പോൾ അതിൻ്റെ കൂടെ കിടന്നിട്ട് ബാക്കിയുള്ളത് കൂടി ആവും. നമുക്കിതിലേക്ക് സോയ ചങ്ക്സ് കീമ ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം.
ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം, മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്, തുറന്നു നോക്കാം. എല്ലാം നല്ലപോലെ വേവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രേവി ആ തിക്നെസ്സൊക്കെ കറക്റ്റാണ് കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം, അതുപോലെ മല്ലിയില ചെയ്യാം. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് സോയ ചങ്ക്സ് കീമ മസാല അല്ലേ, അങ്ങനെ പറയാം, അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് സംഭവം. കുറച്ച് കറിക്ക് വേണ്ടിയിട്ട് മുട്ടക്കറി ബാക്കിയുള്ളതുണ്ട്. നമ്മൾ കൂടെ കഴിക്കുന്നത് എന്താ, പൊറോട്ടയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോയ ചങ്ക്സ് എന്നാണെന്ന് ആരും പറയില്ല കേട്ടോ. കുറച്ചെടുത്ത് വേറൊരു ടേസ്റ്റാണ് ശരിക്കും. ഈ സോയ ചങ്ക്സിൻ്റെ ആ ഒരു മണം ഒന്നും എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. പ്രത്യേകിച്ച് കറിയൊക്കെ ആവുന്ന സമയത്തും ഒരുപാട് പേര് ഫ്രൈ ഒക്കെ ആകുമ്പോൾ എല്ലാവരും കഴിക്കും, അല്ലാതെ കഴിക്കാൻ കുറേ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. നല്ല സൂപ്പറാണ്. ഒരു നോൺ വെജിൻ്റെ ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കുമ്പോൾ വരിക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഇഷ്ടപ്പെട്ടോന്നൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.